KSU നേതാക്കൾ, KSUവിൻ്റെ ഭാരവാഹികൾ സംസ്ഥാന വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നതിൻ്റെ പുതിയ തെളിവ് കൂടി പുറത്തു വന്നിരിക്കുന്നു. എവിടെ നിന്നെങ്കിലും ചോർന്ന് കിട്ടിയതല്ല. KSUവിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് നിയാസ് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർക്ക് നൽകിയ പരാതിയാണ് പുറത്തു വന്നത്. ആർക്കെതിരാണ് പരാതി? എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലിന്. മദ്യപിച്ച് എന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണലാലിനെതിരെ നടപടിയെടുക്കണം, ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. ആർക്കൊക്കെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്? അലോഷ്യസ് സേവ്യറിനെ മാത്രമല്ല, KPCC പ്രസിഡന്റ്, KPCC ഓർഗനൈസേഷൻ സെക്രട്ടറി, KPCC ഇൻചാർജ് ഓഫ് KSU, NSUI ഇൻചാർജ് ഓഫ് ദ സ്റ്റേറ്റ്, DCC പ്രസിഡന്റ് എറണാകുളം തുടങ്ങിയവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ പകർപ്പാണ് പുറത്തു വന്നത്. ആ പകർപ്പ് പ്രേക്ഷകർക്കും കാണാം. എന്താണ് പരാതിയിൽ പറയുന്നത്? കൃത്യമായി പറയുന്നു. സബ്ജക്റ്റ്: കംപ്ലൈന്റ് റിഗാർഡിംഗ് ദ അറ്റാക്ക് ഐ ഫേസ്ഡ് ഫ്രം KSU എറണാകുളം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആൻഡ് അതർ ഡിസ്ട്രിക്ട് ഓഫീസ് ബെയറേഴ്സ് എന്നാണ്. എറണാകുളം ജില്ലയിലെ KSU പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലും സുഹൃത്തുക്കളും ചേർന്ന്, ഓഫീസ് ഭാരവാഹികളും ചേർന്ന് തന്നെ ക്രൂരമായി മർദ്ദിച്ചത് സംബന്ധിച്ചുള്ള പരാതിയാണ്. ആ പരാതിയുടെ ഒരു ഘട്ടത്തിൽ പറയുന്നു, ഐ കുഡ് ക്ലിയർലി സ്മെൽ ദ ഓഡർ ഓഫ് ആൽക്കഹോൾ ഇൻ ദെയർ ബ്രീത്ത്സ് ആൻഡ് ബീങ് ഇൻ ഫാസ്റ്റ് ഐ വാസ് വെരി ഡിസ്റ്റർബ്ഡ് എന്ന് കൃത്യമായും പറയുന്നുണ്ട് പരാതിയിൽ. നോമ്പ് കാലമാണ്, മുഹമ്മദ് നിയാസ് നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോമ്പെടുത്ത് ക്ഷണിതനായ മുഹമ്മദ് നിയാസിനെയാണ് KSUവിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അതിക്രൂരമായി മർദ്ദിച്ചത്. ആ വാർത്തയാണ്, ആ പരാതിയാണ് പുറത്തു വന്നിരിക്കുന്നത്. പരാതിക്കകത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മഹാരാജാസ് കോളേജിൽ യൂണിറ്റ് സമ്മേളനം നടക്കുന്നു. പുതിയ KSU പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം. അതിനുവേണ്ടി KSUവിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റിന്റെ നോമിനിയുണ്ട്. അതേസമയം മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ മുഹമ്മദ് നിയാസിന്റെ നോമിനിയുമുണ്ട്. മുഹമ്മദ് നിയാസിന്റെ നോമിനി യൂണിറ്റ് പ്രസിഡന്റായി. അതാണ് കൃഷ്ണലാലിനെ, എറണാകുളം ജില്ലാ പ്രസിഡന്റിനെ വല്ലാതെ പ്രകോപിതനാക്കിയത്. ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ ഘട്ടത്തിലാണ് മുഹമ്മദ് നിയാസിനെ വിളിച്ചു കൊണ്ടുപോകുന്നത് ഒരു ആളില്ലാ സ്ഥലത്തേക്ക് കൃഷ്ണലാൽ. അവിടെ വെച്ചാണ് ക്രൂരമായി മർദ്ദിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, മദ്യപിച്ചാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് മദ്യപിക്കുന്ന ആൾ, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് മദ്യപിച്ച് ക്യാമ്പസിലെത്തുന്ന ആൾ, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് മദ്യപിച്ച് യൂണിറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആൾ എന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KSUവിൻ്റെ ഒരു പൊതു സ്വഭാവമായി മാറിയില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് തന്നെയാണ് എറണാകുളം കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്നത്. കഞ്ചാവ് കച്ചവടത്തിന്റെ മുഖ്യ കണ്ണി മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ്. മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിക്കാണ് കഞ്ചാവ് എത്തിക്കുന്നത് ക്യാമ്പസിൽ. ഷാലിക്ക് എത്തിച്ച 2 കിലോ കഞ്ചാവാണ് എക്സൈസ് സംഘം അവിടെ നിന്ന് പിടിച്ചെടുത്തത് KSU നേതാക്കൾ താമസിക്കുന്ന മുറിയിൽ നിന്നും. വെറും കഞ്ചാവ് മാത്രമല്ല, കഞ്ചാവ് അളന്ന് തൂക്കി വിൽക്കാനുള്ള ഉപകരണവും കണ്ടെത്തി. എന്ന് വെച്ചാൽ KSU നേതാക്കളുടെ ഇപ്പോഴത്തെ പണി കഞ്ചാവ് വിൽപ്പനയായി മാറിയിട്ടുണ്ട്. കഞ്ചാവ് വിൽപ്പനയിലൂടെയാണ് സംഘടനാ പ്രവർത്തനത്തിന് കാശുണ്ടാക്കുന്നത് എന്നാണ് KSU നേതാക്കളുടെ ഈ പ്രവൃത്തി വിളിച്ചു പറയുന്നത്. അതൊരു അംഗീകൃത രീതിയായി KSUവിനകത്ത് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് മദ്യപിച്ച് മഹാരാജാസ് കോളേജിലേക്ക് പോകുമോ? ജില്ലാ പ്രസിഡന്റ് മദ്യപിക്കുന്ന ആളായി മാറുന്നത് എങ്ങനെയാണ്? അത് KSU പോലെയുള്ള വിദ്യാർത്ഥി സംഘടനയുടെ എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതൊരു പൊതു രീതിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 87 KSU ഭാരവാഹികളെ സംസ്ഥാന അധ്യക്ഷൻ പുറത്താക്കിയത്. എന്തിനാണ് പുറത്താക്കിയത്? KSUവിൻ്റെ ലഹരി വിരുദ്ധ ജാഥ നടക്കുന്നു ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക്. നയിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ഈ ജാഥയോട് സഹകരിച്ചില്ല 87ഓളം വരുന്ന KSU ഭാരവാഹികൾ. അവർക്ക് ഈ മുദ്രാവാക്യത്തോട് താല്പര്യമില്ല. ക്യാമ്പസുകളിൽ ലഹരി വേണം എന്നാണ് ഈ 87 KSU നേതാക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് ലഹരി വിരുദ്ധ പ്രചാരണ ജാഥയിൽ പങ്കെടുക്കാതെ അവർ മാറി നിന്നത്. അവരെ KSUവിൽ നിന്ന് പിന്നീട് പുറത്താക്കി കൂട്ട നടപടിയെടുത്തു 87ഓളം ഭാരവാഹികൾക്കെതിരെ. എന്ന് വെച്ചാൽ KSU മുഴുവൻ ലഹരി വിൽപ്പനക്കാരുടെയും ലഹരി ഉപയോഗിക്കുന്നവരുടെയും ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട് എന്നതിന് ഇതിൽ പരം തെളിവ് വേണ്ടല്ലോ. സത്യത്തിൽ രമേശ് ചെന്നിത്തല പറയേണ്ടത് പിരിച്ചുവിടേണ്ടത് KSU ആണ് എന്നാണ്. പക്ഷേ അദ്ദേഹം കുറ്റം ചാർജത് മുഴുവൻ SFIക്ക് എതിരെയാണ്. രമേശ് ചെന്നിത്തലയെയും പ്രതിപക്ഷ നേതാക്കളെയും ഒക്കെ സഹായിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളുണ്ട്. ഷാലിക്കാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് എത്തിക്കുന്നത്. ഷാലിക്ക് KSUവിൻ്റെ പോളിടെക്നിക്കിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിന് വിവരങ്ങളെല്ലാം പുറത്തു വന്നു.
ഷാരിക്ക് കളമശ്ശേരി പോളിടെക്നിക്കിൽ മാത്രമല്ല മറ്റെവിടെയൊക്കെ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്ന വിവരം വഴിയെ പുറത്തു വരും, അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ എവിടെയും ഷാരിക്ക് KSU നേതാവാണ് എന്ന് പറയുന്നില്ല. പൂർവ്വ വിദ്യാർത്ഥി, മുൻ വിദ്യാർത്ഥി എന്ന വിശേഷണങ്ങളിലാണ് മാധ്യമങ്ങൾ ഷാരിക്കിനെ ഒതുക്കിയിരിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് SFIക്കാരാണെങ്കിലോ കഴിഞ്ഞ ദിവസം SFIയെ സംബന്ധിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ വാർത്ത കൊടുത്തു കളമശ്ശേരി പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട്. അവസാനം ഏറ്റവും കൂടുതൽ കഞ്ചാവ് 2 കിലോ പിടിച്ചത് KSU നേതാവിൻ്റെ മുറിയിൽ നിന്നാണ് എന്നും അത് കൊണ്ടുവന്നത് മുൻ KSU നേതാവാണ്, മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ് എന്നും വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം കളം മാറി ചവിട്ടി. പിന്നീട് രാഷ്ട്രീയമില്ല, എവിടെയും KSU എന്ന് പറയുന്നില്ല. ഇതാണ് കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ചോദ്യം ചെയ്തത് മാധ്യമപ്രവർത്തകരെ മുന്നിൽ നിർത്തിക്കൊണ്ട്. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ വലിയ പരിലാളനയാണ് KSUവിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ UDFനും നൽകുന്നത് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ KSU എന്ന് പറഞ്ഞാൽ ലഹരി വിൽപ്പനക്കാരുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് KSUവിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റിനെതിരെ നൽകിയ പരാതി. മദ്യപിച്ച് തന്നെ മർദ്ദിച്ചു എന്ന് KSUവിൻ്റെ തന്നെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പരാതി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ എത്രത്തോളം ലഹരി KSUവിനെ പിടികൂടിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ്.